ഇക്കഴിഞ്ഞ നവംബർ 16-നാണ് ബി.ജെ.പി. നേതാവായിരുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേരുന്നത്. ഇതിനു പിന്നാലെ സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തെ ന്യായീകരിക്കുന്ന തിരക്കിലാണ് കോൺഗ്രസിന്റെ നേതാക്കളും പ്രവർത്തകരും. അത്തരത്തിൽ ഏറ്റവും പുതിയതായി സന്ദീപ് വാര്യരെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയ കോൺഗ്രസ് നേതാവ് അത് വടകര MP ആയിട്ടുള്ള ഷാഫി പറമ്പിലാണ്. മുൻപ് കാശ്മീരിലെ മുസ്ലിങ്ങൾക്കെതിരായി സന്ദീപ് വാര്യർ നടത്തിയ വംശഹത്യ ആഹ്വാനം അത് ഒരു വ്യാജ പോസ്റ്റായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു ഷാഫി പറമ്പിൽ ന്യായീകരിച്ചത്. എന്നാൽ ഇപ്പോൾ സൈബർ കോൺഗ്രസ് അണികൾ ശ്രമിക്കുന്നത് കോൺഗ്രസിലേക്കുള്ള സന്ദീപ് വാര്യരുടെ ഈ പ്രവേശനത്തെ AK ബാലനെ ഉപയോഗിച്ച് ന്യായീകരിക്കാനാണ്. അതിൻ്റെ പേരിൽ ഒരു വ്യാജ വാർത്ത കൈരളി ന്യൂസിൻ്റെതായി ഇവർ പടച്ചുവിടുകയും ചെയ്യുന്നുണ്ട്. സംഘപരിവാറുമായി കൈകോർത്തുകൊണ്ടാണ് കോൺഗ്രസ് ഇത്തരത്തിൽ ഒരു വ്യാജ പ്രചരണം സമൂഹ മാധ്യമങ്ങളിൽ ശക്തമാക്കുന്നത്. അത്തരത്തിൽ പ്രചരിക്കുന്ന ഒരു വ്യാജ പോസ്റ്റാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ആ പോസ്റ്റിൽ കൈരളി ന്യൂസിൻ്റെതായ ഒരു കാർഡ് നൽകിയിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: സന്ദീപ് വാര്യർ CPM-ൽ ചേരാൻ 2 കോടി രൂപ ആവശ്യപ്പെട്ടു. പണത്തോടുള്ള ആർത്തിയായിരിക്കാം സന്ദീപിനെ കോൺഗ്രസിൽ എത്തിച്ചത് AK ബാലൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് ഇപ്പോൾ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. എന്നാൽ ദേശീയ മാധ്യമമായ ഇന്ത്യ ടുഡേ നടത്തിയ ഫാക്ട് ചെക്കിൽ ഇത് വസ്തുതാവിരുദ്ധമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. നേരത്തെ തന്നെ കൈരളി ന്യൂസ് ഇത്തരത്തിലൊരു കാർഡ് പ്രചരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ഇത് തങ്ങളുടേതല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഒരു കുറിപ്പ് അവരുടെ ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. അതിനു പിന്നാലെ AK ബാലനെ ഇന്ത്യ ടുഡേ ബന്ധപ്പെട്ടപ്പോഴും ഇത്തരത്തിൽ യാതൊരു പ്രസ്താവനയും താൻ നടത്തിയിട്ടില്ല എന്നും പകരം സന്ദീപ് വാര്യർ ഇപ്പോഴും RSS നിയന്ത്രണത്തിലാണ് എന്ന പ്രസ്താവനയാണ് താൻ നടത്തിയതെന്നും AK ബാലനും വ്യക്തമാക്കി കഴിഞ്ഞു. പിന്നെയും എന്തുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ സൈബർ അണികൾ സംഘപരിവാറുമായി ചേർന്ന് ഇത്തരത്തിൽ ഒരു വ്യാജ പ്രചരണം നടത്താൻ കിണഞ്ഞു പരിശ്രമിക്കുന്നത്? അതിന് കാരണങ്ങൾ രണ്ടാണ്. ഒന്ന്, കോൺഗ്രസ് കരുതിയത് സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം കോൺഗ്രസിന് വലിയൊരു മുന്നേറ്റം തന്നെ പാലക്കാട് ഉണ്ടാക്കുമെന്ന്. എന്നാൽ അതിൻ്റെ നേർ വിപരീതമാണ് സംഭവിച്ചത്. ഇത്രയും നാൾ മുസ്ലിങ്ങൾക്കെതിരെയും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെയും വംശീയ വിദ്വേഷ വെറുപ്പും തോന്നുംപടി തുപ്പിക്കൊണ്ടിരുന്ന ഒരു BJP നേതാവിനെ പെട്ടെന്നൊരു ദിനം ഖതറണിയിച്ച് കോൺഗ്രസിലേക്ക് എടുത്താൽ അത് അംഗീകരിക്കാൻ മാത്രം വിഡ്ഢികളല്ല കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന മതേതര വിശ്വാസികൾ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ മതേതര വിശ്വാസികളെന്ന് കോൺഗ്രസ് മറന്നുപോയി. അതുതന്നെയാണ് ഇന്നത്തെ സന്ദീപ് വാര്യരുടെ നടപടിയിൽ നിന്നും വ്യക്തമായത്. പാലക്കാട്ടെ വോട്ടിംഗ് ദിവസമായ ഇന്ന് സന്ദീപ് വാര്യരെ കൊണ്ട് സമസ്തയുടെ പരമോന്നത നേതാവായ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കാണാൻ പറഞ്ഞു വിട്ടതും അദ്ദേഹത്തിനൊരു ഭരണഘടനയുടെ കോപ്പി സമ്മാനിച്ചതുമൊക്കെ തന്നെ കോൺഗ്രസ് പെട്ടിരിക്കുന്ന ഈ ഊരാക്കുടുക്കിൻ്റെ തെളിവാണ്. അതോടൊപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി ഇപ്പോൾ പാലക്കാട് ഉയർന്നു വരുന്നുണ്ട്. അത് സന്ദീപിൻ്റെ പ്രവേശനം ഉണ്ടാക്കിയ ന്യൂനപക്ഷ വോട്ടിലെ അസംതൃപ്തിയാണ്. ഇതെല്ലാം കണക്കിലെടുത്താണ് ഇപ്പോൾ സന്ദീപ് വാര്യരെ ന്യായീകരിക്കാനും സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തെ ന്യായീകരിക്കാനും സൈബർ കോൺഗ്രസ് അണികളും കോൺഗ്രസ് നേതാക്കളും ഒരു മനസ്സായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. സംഭവം എന്ത് തന്നെ ആയാലും ഇപ്പോൾ ഇങ്ങനെ ഒരു 2 കോടിയുടെ പേര് പറഞ്ഞൊരു വ്യാജ വാർത്ത ഉണ്ടാക്കാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഉന്നയിച്ച ഒരു ആരോപണം. അദ്ദേഹം പറയുന്നത് 2 കോടി രൂപ കൈപ്പറ്റിയാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നതെന്നും ബാക്കി തുക 23-ാം തീയതി റിസൾട്ട് വന്നതിന് ശേഷം കൈമാറുമെന്നാണ് ഡീലെന്നുമാണ്. ഇതിൽ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകരെ പങ്കുണ്ടെന്നുകൂടി BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു വച്ചിരുന്നു. ആ ആരോപണത്തിൽ നിന്നും രക്ഷ നേടുക എന്ന ലക്ഷ്യം കൂടി ഈ വ്യാജ പ്രചരണത്തിന് പിന്നിലുണ്ട്. എന്തായാലും കോൺഗ്രസിന്റെ വ്യാജ പ്രചരണങ്ങൾക്കെല്ലാം പാലക്കാട്ടെ ജനത കൃത്യമായ മറുപടി നൽകും എന്ന കാര്യം ഉറപ്പാണ്.